ഇത് പൊമിഗ്രാനൈറ്റിൻ്റെ ഫ്ലവറാണ്. എന്ത് ഭംഗിയാന്നൊക്കെ അതിൻ്റെ ഉൾവശം. നമ്മൾക്കൊരു 2 പ്ലാന്റ് ഉണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള. അതിൻ്റെ മൊട്ടാണത്. ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ ലിച്ചിയിൽ ഒരു കുഞ്ഞു ഊഞ്ഞാലൊക്കെ കെട്ടി, നല്ല മരമുള്ള ഭാഗമാണ്, നല്ല കാറ്റൊക്കെ ഉള്ള. അപ്പോൾ കുട്ടികൾ പുറത്തൊക്കെ ഒന്ന് കുറച്ച് നേരം, ഭയങ്കര ചൂടാണ്, പക്ഷെ നല്ല കാറ്റുള്ള സ്ഥലമാണ്, വലിയ മരമുള്ളതുകൊണ്ട് കുട്ടികൾക്ക് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്ത് ഇരിക്കുമോ. കുഞ്ഞു കുഞ്ഞു കഥയൊക്കെ പറഞ്ഞിങ്ങനെ വെക്കേഷൻ ടൈം ഇങ്ങനെ ഒരു ഊഞ്ഞാൽ കെട്ടിയാൽ തന്നെ നമ്മുടെ വീടിൻ്റെ ആ വൈബ് അങ്ങ് മാറും. കുട്ടികൾ അതുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കും ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കളികളൊക്കെ. നമ്മുടെ ശ്രദ്ധ എപ്പോഴും വേണം. ചെറിയ ചെറിയ കളികളും ചെറിയ ചെറിയ വർത്തമാനങ്ങളും ചെറിയ ഫിസിക്കൽ ആക്ടിവിറ്റി കിട്ടുകയും ചെയ്യും. പിന്നെ മുറ്റത്തും അതിൻ്റെ പ്രദേശങ്ങളിലൊക്കെ ചെറിയ ചെറിയ ഫ്രൂട്ട്സൊക്കെ നടുകയാണെങ്കിൽ കുട്ടികൾ അതൊക്കെ ആസ്വദിച്ച്, ഇവരൊക്കെ വെള്ളം കോരി ഒഴിച്ച് ഇതിനൊക്കെ കൊണ്ടുപോയി വെള്ളം ഒഴിക്കും അപ്പേൻ്റെയൊക്കെ ഒപ്പം. ഇത് ക്യാറ്റ് ഫ്രൂട്ട് എന്ന് പറയുന്ന ഫ്രൂട്ടാണ്, പൂച്ചപ്പഴം. പൂച്ചപ്പഴം എന്ന് പറയാൻ കാരണം അതിൻ്റെ ഫ്ലവർ പൂച്ചേൻ്റെ പപ്പ് രോമം പോലെ ഇരിക്കും. അത് നല്ല ഭംഗിയാണ് കൂട്ടത്തോടെ കാണാൻ. നല്ലൊരു ഉറുമ്പ് ഇങ്ങനെ നടക്കുകയാണ്. പ്രകൃതിയോട് ചേർന്ന് നമ്മൾ നടക്കുമ്പോൾ ഒത്തിരി റിലാക്സാണ് നമുക്ക്. വ്യത്യസ്ത തരത്തിലുള്ള ഫ്രൂട്ട്സുകളൊക്കെ, മിക്ക ഫ്രൂട്ടുകളും ഇവിടെയുണ്ട്, വിദേശ ഫ്രൂട്ടുകളും. ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ്, അതിൻ്റെ ഫ്ലവറാണ്, രാവിലെ വിരിഞ്ഞതാണ്. ഇങ്ങനെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ വീടിൻ്റെ ചുറ്റും നട്ടാൽ കുട്ടികൾക്കൊരു കരുതലുണ്ടാവും. എനിക്ക് വെള്ളം കോരി ഒഴിക്കണം, കുറച്ച് ഉത്തരവാദിത്തങ്ങൾ കുട്ടികൾക്ക് കൂടും. ഞാൻ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ ഇതിന് വെള്ളം ഒഴിക്കാൻ ആരുമില്ല എന്നുള്ള തോന്നലൊക്കെ. ഡ്രാഗൺ ഫ്രൂട്ടാണിത്, പിങ്ക്. അത് വളർച്ച കുറച്ച് കുറഞ്ഞു പോയി. ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടാകുമ്പോൾ എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു ചെറിയ സീഡ്ലെസ് ആണ് സപ്പോട്ട. അവരതിൻ്റെ എല്ലാത്തിൻ്റെയും ചോട്ടിലൂടെ നടന്ന് ഞങ്ങൾ ഏകദേശം പുറത്തിറങ്ങിയിട്ട് ഒരു മണിക്കൂറായി. ഫുഡൊക്കെ കഴിച്ച് ലഞ്ചൊക്കെ കഴിച്ച് എന്ത് സന്തോഷത്തോടെയാണെന്നറിയോ കുട്ടികൾ. എന്തൊക്കെ വർത്തമാനങ്ങൾ, അവരുടെ ലാംഗ്വേജ് തന്നെ ഡെവലപ്പാകും. അവർക്കറിയാം എല്ലാ ഫ്രൂട്ട്സുകളുടെ പേരും, അതെത്ര സമയം കൊണ്ട് ഫ്രൂട്ട്സ് ആവും എന്നൊക്കെ അറിയാം. ഇങ്ങനെ ഒരു ചുറ്റലൊക്കെ ചുറ്റി നമ്മൾ വീട്ടിലേക്ക് കയറുന്നത്.